ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാനൊരു പുതിയ ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു സ്ക്വയർ വരച്ചെടുക്കുന്നുണ്ട്. ഒരു 50 സെൻറ്റിമീറ്റർ സൈഡ് വരുന്നൊരു സ്ക്വയറാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ഇതാ സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്ക്വയറിൻ്റെ 4 കോർണേഴ്സിലായിട്ട് നമുക്ക് ഓരോ ട്രയാങ്കിൾ വരയ്ക്കണം. സൈഡിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ സൈഡ് സ്ക്വയറിൻ്റെ സൈഡ് വരുന്ന രീതിയിലാണ് നമ്മൾ ട്രയാങ്കിൾ വരച്ചെടുത്തിട്ടുള്ളത്. 4 സൈഡിലും സെയിം ലെങ്ത്തിലാണ് വരച്ചിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പിൽ ഓപ്പോസിറ്റ് വരുന്ന ഈ ട്രയാങ്കിൾസ് തമ്മിൽ 2 ലൈൻസ് ക്രോസ് വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ 2 പുതിയ ട്രയാങ്കിൾസ് ഫോം ചെയ്ത് കാണാം. ഇതുപോലെ തന്നെ അടുത്ത 2 ഓപ്പോസിറ്റ് ട്രയാങ്കിൾസും ഇതുപോലെ തന്നെ ലൈൻസ് വരച്ചിട്ട് എടുക്കുക. അപ്പോൾ അവിടെയും പുതിയ 2 ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത് കാണാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ വരച്ചെടുത്ത ട്രയാങ്കിൾസിനകത്ത് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് പോലെ ഒരു സിംഗിൾ ലൈൻ കൊണ്ട് തന്നെ ട്രയാങ്കിൾസ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 2 ട്രയാങ്കിൾസും ലൈൻസ് വരച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്ത 2 ട്രയാങ്കിൾസും ലൈൻസ് വരച്ചെടുക്കുക. ഏകദേശം സെയിം വിഡ്ത്ത് വരുന്ന ലൈൻസാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. സെയിം ഡിസ്റ്റൻസിൽ ലൈൻസ് വരച്ചെടുക്കുക. എന്താ ലാസ്റ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കോർണേഴ്സിലുള്ള 4 ട്രയാങ്കിൾസും ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ വരച്ചെടുത്ത ട്രയാങ്കിൾസിൻ്റെ ലൈൻസുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. കോർണേഴ്സിലേക്ക് ലൈൻസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ കാണുന്ന 4 ട്രയാങ്കിൾസിലും വരച്ചെടുക്കുക. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്പേസ് വരുന്നുണ്ട്. 4 ട്രയാങ്കിൾസ് പോലെ തന്നെ സ്പേസ് വരുന്ന ഭാഗമുണ്ട് ഈ സ്ക്വയറിനകത്ത്. അവിടെ ലൈൻസ് വരച്ചിട്ട് ആ സ്പേസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രയാങ്കിളിലെ ലൈൻസ് വരച്ചിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി 3 ട്രയാങ്കിൾസും ഇതുപോലെ ലൈൻസ് വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. നാലെണ്ണത്തിലും ലൈൻസ് വരച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കാം. ആദ്യം കോർണേഴ്സിലെ ട്രയാങ്കിൾസിൽ ആൾട്ടർനേറ്റീവായിട്ട് ബ്ലാക്ക് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കോർണേഴ്സിലാണ് കളർ ചെയ്തെടുക്കുന്നത്. ഈ കോർണേഴ്സിലുള്ള 3-4 ട്രയാങ്കിൾസും കളർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ രണ്ടാമത് വരച്ച
ട്രയാങ്കിൾസിൽ ഇതുപോലെ തന്നെ ആൾട്ടർനേറ്റീവായിട്ട് ലൈൻസിൻ്റെ ഇടയിൽ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ 4 ട്രയാങ്കിൾസും ഇങ്ങനെ തന്നെ കളർ ചെയ്തെടുക്കുക. ഇതാ കളറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനം നമ്മൾ ലൈൻസ് വരച്ച ട്രയാങ്കിൾസും ഇതുപോലെ തന്നെ ആൾട്ടർനേറ്റീവായിട്ട് കളർ ചെയ്തെടുക്കുക. ഇതും കൂടെ കളർ ചെയ്ത് കഴിയുന്നതോടെ നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആവും. ഇത് വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റിയൊരു ജോമെട്രിയാണ്. എല്ലാവരും വരച്ച് നോക്കുക.